അടുക്കളത്തോട്ടത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഇൻഫോ വേൾഡ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചീരകൃഷി എങ്ങനെ സക്സസ്ഫുൾ ആയി ചെയ്യാം എന്നുള്ളതാണ്. നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ചീരകൃഷി. അതോടൊപ്പം തന്നെ ഇലകളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചുവന്ന ചീര. ചുവന്ന ചീരയുടെ ഗുണത്തെപ്പറ്റി ഞാൻ പറയേണ്ടതില്ല. ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ള ഈ ചുവന്ന ചീര നമ്മുടെ വീടുകളിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതോടൊപ്പം തന്നെ അത് ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യവുമാണ്. ചുവന്ന ചീര കൃഷി ചെയ്യാൻ നല്ല ഇളകിയ മണ്ണാണ് ആവശ്യം. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്തെടുക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വേഗം വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഗ്രോ ബാഗിലാണ് ചീര അരി പാകി ഇങ്ങനെ കിളിപ്പിച്ചെടുത്തത്. അപ്പം ഘട്ടം ഘട്ടമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചുവന്ന ചീരയുടെ അരി ഈ ചെറിയ പാക്കറ്റിൽ നമ്മുടെ അടുത്തുള്ള നഴ്സറിയിൽ നിന്നും ഞാൻ വാങ്ങിയതാണ്. 20 രൂപയാണ് ഇതിൻ്റെ വില. ഈ ഗ്രോ ബാഗ് മിശ്രിതം നിറച്ച് വെച്ചിരിക്കുന്ന ഒരു ഗ്രോ ബാഗ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ ഇളകിയ മണ്ണാണ് ഇതിലുള്ളത്. ഗ്രോ ബാഗ് മിശ്രിതം എങ്ങനെ തയ്യാറാക്കാം, എന്തൊക്കെ ചേർത്താണ് നമ്മൾ തയ്യാറാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് ഞാൻ കാർഡ് ആഡ് ചെയ്തേക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി ഗ്രോ ബാഗ് നിറയ്ക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് കാണാത്തവരിന്ന് കാണാൻ ശ്രമിക്കണേ. അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/4 ചിരട്ടയോളം നല്ല ഉണങ്ങിയ ചാണകം, നല്ല പൊടിയായിട്ടുള്ള രൂപത്തിലുള്ള ചാണകമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ മേടിച്ച് വെച്ചേക്കുന്ന ഈ ചുവന്ന അരിയിൽ നിന്നും ഒരു നുള്ള് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം ഇത് ഗ്രോ ബാഗിലേക്ക് നമ്മൾ എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ അപ്ലൈ ചെയ്യുകയാണ്. ഇതിന് മുകളിൽ നമ്മൾ മണ്ണോ മറ്റൊന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. എല്ലായിടും എത്തത്തക്ക രീതിയിൽ നല്ല വിടർത്തിയിടുന്നു. ഇങ്ങനെ ഇട്ട് ഏകദേശം 25 ദിവസത്തിന് ശേഷം ഉള്ള പരുവമാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇങ്ങനെ വളർന്നു നിൽക്കുന്ന തൈയാണ് നമ്മുടെ ചീര നടുന്ന ബെഡിലേക്ക് മാറ്റുന്നത്. അങ്ങനെ മണ്ണിൽ കുമ്മായമൊക്കെ ചേർത്ത് ഒരാഴ്ച നമ്മൾ ഇളക്കി തയ്യാറാക്കി ബെഡാക്കി ഇട്ടിരിക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ചെറിയ രീതിയിൽ പുല്ല് മുളച്ചു. അപ്പോൾ ആ പുല്ലെല്ലാം നമ്മൾ മാറ്റുകയാണ്. കളകൾ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചെടിയെ അത് മോശമായിട്ട് ബാധിക്കും. അതുകൊണ്ട് ആദ്യമേ നമ്മൾ അവിടുത്തെ പുല്ലെല്ലാം മാറ്റി ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വെട്ടിക്കൂട്ടി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബെഡിലേക്കാണ് നമ്മുടെ ചീര തൈകൾ നടാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഒരു മിശ്രിതം കൂടി നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചാണകവും ചകിരിച്ചോറും കൂടാണ്. 3-ൽ 2 ചാണകവും 3-ൽ 1 ചകിരിച്ചോറ് എന്നുള്ള കണക്കിനാണ് നമ്മൾ ഈ മിശ്രിതം നന്നായി ഇളക്കിയെടുക്കുന്നത്. ചില ദിവസങ്ങളിൽ രാത്രിയിലൊക്കെ ആയിരിക്കും നമുക്ക് ഇതുപോലെ ഈ പച്ചക്കറിയുടെ കാര്യത്തിലൊക്കെ ഇൻവോൾവ് ചെയ്യാൻ ടൈം കിട്ടുക. അപ്പോൾ ഇന്ന് നമ്മൾ ചീര നടുന്നത് രാത്രിയിലാണ്. ഒരു എമർജൻസി ലൈറ്റിൻ്റെ സഹായത്തിലാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അതിൻ്റെതായ ചെറിയ പോരായ്മ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇനി നമ്മുടെ ചീരത്തൈകൾ ഈ ബെഡിലേക്ക് നടുവാണ്. അതിനായിട്ട് നമ്മൾ ഇങ്ങനെ ഇപ്പം വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ കുഴികളാക്കി ആ കുഴിയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചാണകം ചകിരിച്ചോറ് മിശ്രിതം ഇട്ട് കൊടുക്കുന്നു. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വേരോട്ടം കിട്ടാനും വായുസഞ്ചാരം കിട്ടാനും നല്ല ഗ്രോത്ത് കിട്ടാനും വേണ്ടിയാണ്. ഇങ്ങനെ നമ്മൾ നടുന്നതോടുകൂടി ചീര നല്ല കരുത്തോടുകൂടി വളർന്നു വരുന്നതാണ്. പലരും പല രീതിയിലായിരിക്കും ചീര കൃഷി ചെയ്യുന്നത്, വീടുകളിലൊക്കെ വെക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന രീതിയാണ് ഇപ്പം നിങ്ങളുടെ അറിവിലേക്ക് തരുന്നത്. ചാണകം നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള എന്നാൽ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ്. അതുപോലെ ചകിരിച്ചോറ് നല്ല രീതിയിൽ ചെടിക്ക് ഒരു വായു സഞ്ചാരം, വേരുകൾ നല്ല രീതിയിൽ ഓടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ചാണകം ഈ ചകിരിച്ചോറും ഒക്കെ സോയിൽ സ്ട്രക്ചർ ഇമ്പ്രൂവ് ചെയ്യാനും വളരെ ഹെൽപ്ഫുള്ളാണ്. ഇനി ഇതിലേക്കെല്ലാം നമ്മൾ ചീര തൈകൾ ഓരോന്നോരോന്നായി നടുകയാണ്. ഏകദേശം 10 മുതൽ 15 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഓരോ തൈകളും വെക്കുന്നത്. അങ്ങനെ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വായുസഞ്ചാരം കൂടുതൽ കിട്ടുകയും ചെയ്യും. ചെടിക്ക് നല്ല ഗ്രോത്തോടുകൂടി വളരാനും പറ്റും. ഒരു വീട്ടിലേക്ക് എന്നുള്ള കണക്കിനാണ് നമ്മൾ ഒരു നുള്ള് അരിയിട്ട് ഇങ്ങനെ ഒരു ഗ്രോ ബാഗിൽ കിളിപ്പിച്ചെടുത്തത്. ഇത് ഏകദേശം 5 പേരടങ്ങുന്ന ഒരു ഫാമിലിക്ക് 5 മുതൽ 6 തവണത്തേക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന തരത്തിൽ ചീര നമുക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഒന്ന് കട്ട് ചെയ്ത് നിർത്തിയാൽ അടുത്ത ഒരു സൈക്കിളൂടെ ഒരു ബാച്ചും കൂടി നമുക്ക് അതേ ചീരയിൽ നിന്നും കിളുത്ത് വരുന്ന ഇതിൽ നിന്നും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ തൈകളെല്ലാം തന്നെ വെച്ചു. ഏകദേശം 10 മുതൽ 15 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലാണ് നമ്മൾ തൈകൾ നട്ടിരിക്കുന്നത്.
സ്ഥലപരിമിതി കൊണ്ട് നമ്മൾ 2 ബെഡാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. നമുക്ക് നല്ല വെയിലുള്ള സ്ഥലം പച്ചക്കറിക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് നമുക്കങ്ങനെ വെയിലുള്ള സ്ഥലത്തിൻ്റെ ലഭ്യത കുറവ് മൂലം നമ്മൾ 2 ബെഡ് മാത്രമേ ഇതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരുന്നുള്ളൂ. എന്നാൽ നമ്മൾ ഗ്രോ ബാഗിൽ ഒരു നുള്ളി ഇട്ടതിൽ നിന്ന് നമുക്ക് ഏകദേശം 3 ബെഡോളം സെറ്റ് ചെയ്യാനുള്ള തൈകൾ ലഭിക്കുന്നതാണ്. തൈകൾ നട്ടതിന് ശേഷം തൈയുടെ ചൂടിനോട് ചേർത്ത് ശകലം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. തൈ നട്ട് 2 ദിവസത്തിന് ശേഷമുള്ള വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം തന്നെ പയ്യെ നമ്മുടെ മണ്ണുമായിട്ട് ചേർന്നു എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള കിഡിലൻ യൂസ്ഫുൾ ടിപ്സുമായിട്ട് വീണ്ടും കാണുന്നത് വരെ സൈനിങ് ഓഫ് അനുമോൾ.